ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഓണം ആഘോഷിക്കുന്നത്. ആക്ച്വലി നമുക്ക് ഇത്രയും ദിവസം ICUയിൽ പേഷ്യൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഓണം അടിപൊളിയായിട്ട് ആഘോഷിക്കാനല്ലായിരുന്നു വിചാരിച്ചത്. ബട്ട് എന്താ പറയുക, പേഷ്യൻ്റ് വന്ന് ഇന്ന് മേ ബി അത് ഷിഫ്റ്റ് ആണെങ്കിൽ നമുക്ക് അടിപൊളിയാക്കിയിട്ട് ആഘോഷിക്കണം. അപ്പോൾ എനിവേ നമുക്ക് ഓണത്തിന് പ്രിപ്പറേഷനിലേക്ക് നടക്കാം. 3-ാം തീയതി ആയിരുന്നു കേട്ടോ നമുക്ക് ഹോസ്പിറ്റൽ ഓണം സെലിബ്രേഷന്. അപ്പോൾ ആക്ച്വലി നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്ന സ്റ്റാഫ് കുറേയൊക്കെ പൂക്കളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള പൂക്കൾ മോർണിംഗിൽ വന്നിട്ട് ഞങ്ങളായിരുന്നു കേട്ടോ കട്ട് ചെയ്തത്. 3-ാം തീയതി ആണെങ്കിൽ നമുക്ക് ICUയിൽ ഒരൊറ്റ പേഷ്യൻ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ ഇന്ന് ഷിഫ്റ്റും പറഞ്ഞതായിരുന്നു. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടി ഇരുന്നു ഓണം സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ എല്ലാം പിന്നെ ആയിരുന്നു കേട്ടോ മാറി മറിഞ്ഞത്. അങ്ങനെ ഇതാണ് ഞങ്ങൾ പൂക്കളം. ഇന്നലെ നൈറ്റ് അവർ വരച്ച് വെച്ചതായിരുന്നു കേട്ടോ ഇതൊക്കെ. എന്താ ഹർഷ പറയാനുള്ളത് നൈറ്റ് ഡ്യൂട്ടി ആൻഡ് ഓണത്തിനെ കുറിച്ചിട്ട്? എനിക്ക് പ്രത്യേകിച്ച് പറയാൻ നല്ല രാത്രി ഞാൻ കണ്ടിട്ടില്ല. രാത്രി ഇവിടെ ഉറക്കുന്നത് രാത്രി ഞങ്ങൾ പൂവായിരുന്നു കൈ മുറിഞ്ഞില്ലേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. പിന്നെ 2-3 കവറും കൂടെ അരിയാൻ ഇരിപ്പുണ്ട്. താങ്ക് യു. വെൽക്കം. ചേച്ചി ഓൺ ഡ്യൂട്ടി. ചേച്ചി ഒരു ഹായ് പറയൂ. ചേച്ചി ഒരു ഹായ് പറ. ആദ്യം നമ്മൾ ഓണത്തിന് പൂക്കളൊന്നും ഇടണ്ട, സാരി ഒന്നും എടുക്കണ്ട എന്നൊക്കെ ആയിരുന്നു കേട്ടോ വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാത്രം എന്തിനും മാറി നിൽക്കണമെന്ന്. അങ്ങനെ ഈവനിങ്ങിൻ്റെ സ്റ്റാഫ് കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞു. അവർ സാരിയൊക്കെ ഉടുത്തിട്ട് ഒരു 9:30 കൊണ്ട് എത്തി പൂക്കളൊക്കെ ഇടാൻ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ വർഷവും ഓണത്തിനും നമുക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ട്. അവരെ കൊണ്ട് പൂവൊക്കെ കുറേ മുറിക്കാനും ഇതൊക്കെ ഭയങ്കര ഹെൽപ്പ് ആയിരുന്നു. പിന്നെ നമ്മളിവിടുത്തെ ക്ലീനിങ് സ്റ്റാഫും എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു കേട്ടോ പൂ കട്ട് ചെയ്തത്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പൂക്കളൊക്കെ ഇടാൻ തുടങ്ങി. ശരിക്കും ഇതിൻ്റെ ട്വിസ്റ്റ് തുടങ്ങിയത് ഒരു 11:30 ശേഷമായിരുന്നു കേട്ടോ. ആ ഒരു ടൈം ആയതുകൊണ്ട് നമുക്കുണ്ടായിരുന്ന ആ ഒരു ഒറ്റ പേഷ്യൻ്റ് ഷിഫ്റ്റ് ആയിട്ടോ. പെട്ടെന്നായിരുന്നു വേറൊരു അഡ്മിഷൻ വരുന്നതെന്ന് പറഞ്ഞത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഓക്കെ ഇനിയിപ്പോൾ എന്തായാലും സെലിബ്രേഷൻ നമ്മൾ വിചാരിച്ച രീതിയിൽ നടക്കില്ല എന്നുള്ളത്. കാരണം അതൊക്കെ വിചാരിച്ച് നമ്മൾ ആ ഒരു പേഷ്യൻറ്റിനെ റിസീവ് ചെയ്ത് കെയറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴായിരുന്നു പെട്ടെന്നൊരു എമർജൻസി കേസ് വരുന്നത്. അത് വന്നതോടുകൂടി എല്ലാം കയ്യിൽ നിന്ന് പോയി. മോർണിംഗ് സ്റ്റാഫിന് ശരിക്കും 1:30 വരെ ഇരുന്ന് ഡ്യൂട്ടി. പക്ഷേ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ 5 മണിയായിട്ടുണ്ട്. അവസാനം സദ്യയെങ്കിൽ സദ്യ എന്നുള്ള രീതിയിൽ ഫുഡും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഗൈസ്, അനീഷ് നമ്മുടെ ഇൻചാർജ് ഓണത്തിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നത്. നല്ല ഓണായിരുന്നു. നല്ല ഓളത്തിൽ പോയി. കാരണം വെച്ചാല് കണ്ണും മൂക്കും കാണാൻ പറ്റുന്നില്ല. എന്താ സൗബർണികൾക്ക് എന്താ പറയാനുള്ള ഓണത്തിനെ കുറിച്ച്? ഒന്നും പറയാനില്ല, വാക്കുകളില്ല. സത്യം പറഞ്ഞാൽ കൂടി ഗൈസ്, ഞങ്ങളുടെ ഓണം മൂഞ്ചി. ഗ്രൂപ്പിൽ ഹായ് ഗൈസ്, അപ്പോൾ ഇന്നലെ ഞാൻ കംപ്ലീറ്റ് ആക്കണമെന്ന് വിചാരിച്ച എൻ്റെ വ്ളോഗായിരുന്നു. അട്ടർ ഫ്ലോപ്പായിപ്പോയി. ശരിക്കും ഞങ്ങൾ പ്ലാൻ ചെയ്തത് പേഷ്യൻ്റ് ഷിഫ്റ്റ് ആവുന്നു, ഞങ്ങൾ സാരി ഉടുക്കുന്നു, മേക്കപ്പ് ഇടുന്നു, തിരുവാതിര കളിക്കുന്നു, റീൽസ് എടുക്കുന്നു. ഞങ്ങൾ ഇവിടുന്ന് പാട്ട് ചെയ്തിരുന്നു. അതുപോലെ അവസാനം ഞങ്ങൾ അങ്ങനെ പറക്കുകയായിരുന്നു അയ്യാറിൽ. എന്തായാലും പേഷ്യൻ്റ് ഇപ്പോഴും രക്ഷപ്പെട്ടു. നമുക്ക് ഓണായിട്ടില്ലേ, പേഷ്യൻ്റ് ജീവൻ സേവ് ചെയ്യാൻ പറ്റി. അങ്ങനെ ആലോചിച്ച് സമാധാനിക്കും. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഈ ബ്ലോഗ് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്ന് എനിക്കറിയാം. തുടക്കത്തിൽ ഞാൻ ഭയങ്കര സാരി എടുക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവസാനം യൂണിഫോമിൽ തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. എന്തായാലും ബ്ലോഗ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഞാൻ വെച്ചിട്ട് തമ്പസ്. ബൈ ഗൈസ്. ഓക്കെ, ബൈ.